Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് മാങ്ങച്ചാറ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മാങ്ങ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പോളം മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലതുപോലെ മാങ്ങയിൽ ഉപ്പ് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. അങ്ങനെ മാങ്ങയിൽ ഉപ്പൊക്കെ നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഉപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് അതിൽ പിടിക്കും. കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ നല്ലതാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂണ് ഉലുവ, അതുപോലെ 1/2 ടീസ്പൂൺ കടുക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 4 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം, കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളെല്ലാം മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ മിക്സ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാങ്ങ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സമയത്ത് അതിലേക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ അച്ചാർ. ഒത്തിരി മധുരമൊന്നും ഉണ്ടാകുന്നില്ല, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി അത് നന്നായി കുക്ക് ചെയ്തിട്ട് എണ്ണ നന്നായി ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.